ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നബിദിനാണല്ലോ. അപ്പൂസെ നമ്മളെങ്ങോട്ടാ പോണത്? ആടെ പോകുന്നില്ല. അപ്പോൾ ഗായ്സ് ഞങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ നബിദിനായിട്ട് ഇവിടെ മദ്രസയിൽ പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ദഫ് കാണാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പോൾ മമ്മി ഉണ്ട്, അപ്പുച്ചുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ എവിടെ പോണത്? അപ്പോൾ നമ്മളെങ്ങോട്ട് പോണത് അതാ ചോദിച്ചിട്ട് എങ്ങോട്ട് പോണത് ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നബിദിന റാലിക്ക് ഏതായാലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അല്ലേ. അപ്പോൾ അടുത്ത ഇൻഷാ അല്ലാഹ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നതാണ്. അടുത്ത ശനിയാഴ്ച അതിനെ പറയുന്നത് അടുത്ത ശനിയാഴ്ചയാണ് അടുത്ത നബിദിന. അപ്പോൾ അതിന് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോകുന്നതാണ്. ഒരാൾ കുപ്പായ വലിച്ച് കയറുന്നുണ്ട് ഗൈസ്, കണ്ടോ? ഇവിടെയാണ് ആള് അപ്പൂസ്. ഹായ് ഗായ്സ് പറഞ്ഞ എന്നാ ഹായ് ഗായ്സ് ഹായ് ഗായ്സ് പറ ഹായ് ഗായ്സ്. എല്ലാവർക്കും ഔ കൊടുത്താ എനിക്കല്ല, ഇങ്ങനെ കൈ കൊണ്ട് കൊടുക്ക് ഇത് കാട്ടുണ്ട്. ചൂട് എടുക്കുന്നുണ്ടോ? ചൂട് എന്താ ട്രിപ്പ് എസി വെക്കണം, ഹോം തിയേറ്റർ, ഒരു ഷെൽഫിന്റെ ഒരു സൈഡില് മൊത്തം ഡ്രസ് ചേട്ടാ കൊണ്ടുപോകും. ഓള് ഇപ്പൊ തന്നെ ഓള് ആങ്കർമ കണ്ടമാനം ഇതുണ്ട്, ഷാളുണ്ട്. ഇനി പോക്ക് ആ ശരി എന്നാ. അപ്പൊ ഞങ്ങൾ ഇനി നേരം കഴിയുമ്പോത്തിന് അമ്മാനെ വിളിച്ച ദിലുവിനെ വിളി വേം ബാബാരെ ബാബാരെ ഇല്ല സിൻഷാദ് പറഞ്ഞ തുറക്ക് സിൻഷാദ് പറഞ്ഞ അവിടുന്ന് പരിപാടിൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങിക്കാണ്. സ്കൂട്ടിമേലാണ് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ് അല്ലേ. അപ്പോൾ അവിടെ ഡാൻസ് കളിച്ചോളൂ. അപ്പൂന് ചെരുപ്പിടെ പെപ്പിട്ട ഗൈസ്. ഇതാണ് അപ്പൂൻ്റെ പുതിയ ചെരുപ്പിട്ട. നമ്മൾ മറ്റേ ചെരുപ്പ് അവിടെ വീട്ടിൽ അത് പോയി ചാടിപ്പോയി. അങ്ങനെ കൊല്ലണ്ട. ചെരുപ്പിട് അതാടന്നോട്ടെ അതെന്നൊന്നും കൊണ്ട് ചെരുപ്പിട്. ആകെ കേവറൊക്കെ പോത്തി പിടിച്ചാണ് ചെരുപ്പ് പപ്പട്ടതെന്നാ. ഒറ്റക്ക് ഇടാൻ പഠിച്ചിട്ടില്ല ചെരുപ്പ്. ചെറിയ കുട്ടിയാ, വലിയ കുട്ടിയായിക്കണല്ലോ. ഈറടിച്ചിട്ടോ ചിരിച്ചെടുത്താ എന്നെ ചിരിച്ച എന്നെ കാട്ടാൻ പറ്റൂല. ചെരുപ്പോട്ടൊക്കെ എടുത്ത് എറിയുന്നു. ഫുൾ സീനാണ് ഗൈസ്. അങ്ങനെ പുല്ലിന്ന് പറഞ്ഞ ഗൈസ്. സപ്പോസ് ചെരുപ്പൊക്കെ ഇട്ട് ലൂസാണ് ഗൈസ്. ഇജ്ജ് എങ്ങോട്ട് പോണത്? ആ ബാക്ക് റെഡി ആയി കൊടുത്ത ബാക്കില് ബട്ടൺസ് ഇട്ട് ഞാൻ അപ്പളാ നോക്കണേ. നമ്മളെങ്ങോട്ട് പോണത്? ഷൂറ്റേക്ക് നോക്ക്. എന്താ പ്രസംഗാണ് ഇതിലോ? അനക്ക് കീറല്ലേ പ്രസംഗം? അത് ചരിത്രം പറഞ്ഞു തരാണ് നമ്മക്ക്. ഇതെന്താ സംഭവം? എങ്ങനെ മരക്കിടുന്നാണ്. ഞാൻ പോവാട്ടോ. പപ്പ പോവാ. ശരിക്കുന്നോ? അതിൻ്റെ ഉള്ളിൽ ആരില്ല. ഇതാണ് ദിലുവിന്റെ സ്നേഹപ്രകടനം.
അവള് മാറി ക്ഷമ പോയി. ഞാൻ കാട്ടിക്കഴിഞ്ഞ പിന്നെ ഒരു പ്രശ്നമില്ല അല്ലേ? ഓക്കെ പറഞ്ഞ ഓക്കെ ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞാലേ പോവുള്ളൂ. നിങ്ങളില്ലേ അങ്ങളില്ലേ ഉണ്ടോ ചോദിച്ചോക്കെ? എന്റെ മുടി വാരാത്തെ മുടി വാരുന്നല്ലേ എടുത്തു മുടി കെട്ടി കൊടുക്കാത്തന്തേ? കെട്ടി കൊടുക്കുന്ന ആൾ ഇജ്ജല്ലേ കെട്ടി കൊടുക്കുന്ന. അങ്ങനെ ഞങ്ങൾ പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനും ഇതിലും ഞങ്ങൾ സ്കൂട്ടിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്താ വെച്ചാൽ അവിടെ പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ കേട്ടുകൊണ്ട് അതൊന്നും കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. കുറച്ചേരം കപ്പൂസ് അവിടെ നിന്ന് പിന്നെ ഓക്കല്ലേ അങ്ങോട്ട് ചൂണ്ടിക്കാട്ടിയിട്ടും പള്ളിൻ്റെ മിനാരത്തുമ്പോൾ കുറേ ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുന്നുണ്ടല്ലോ. ഞങ്ങൾ അയിമക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് അയിമക്ക് പോണോക്ക് ഞാൻ അയിമക്ക് പൊന്തിച്ചും പപ്പാന്നാണ് പറഞ്ഞത്. ഏതായാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ചണ്ട് രറ്റപ്പായൽ പിന്നെ അതിൻ്റെ പിന്നാലെ നോക്കുക, അതിനെ പിടിച്ചണം, അതിൻ്റെ പിന്നാലെ പോകണം. പരിപാടിയൊന്നും നോക്ക് കാണണ്ട. ഇത് ദഫ് തുടങ്ങിയിട്ട് വേണം ദഫ് കാട്ടി കൊടുത്തിട്ട് അപ്പൂസിന് ഇതാക്കാൻ എഴുതി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ആദ്യം പ്രസംഗം കഴിഞ്ഞിട്ട് സമ്മാനദാനം അപ്പൂസിന് കാട്ടി കൊടുത്തപ്പോൾ അവസ്ഥ തന്നെ ഇതാണ് അവസ്ഥ ആയിന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനപ്പം ഞങ്ങൾ കൂടുന്നത് ഇവിടെ എന്താ ഇപ്പോൾ സംഭവം എന്നില്ല മട്ടത്തിലപ്പോളെ മൂറ കണ്ടിട്ട് ഉറക്കം വന്നിട്ടാണെങ്കിൽ അങ്ങനെയും എവിടേക്കപ്പം ഞാൻ വന്നിക്കണേ, എന്തിനപ്പം ഞാൻ വന്നിക്കണേ, ആ ഒരു ഇതിലാണ് ഇപ്പോൾ അപ്പൂസ് നിൽക്കുന്നത്. അപ്പൂസിൻ്റെ ആദ്യത്തെ ദഫാണല്ലേ. നിന്നിലഭയം തേടിടുന്നൊരു പാപിയായി പാപഭാരം പേരിടുന്ന ദോഷിയായി നിൻ മുന്നിലായി തീരാനോവുകളും അതിലേറെയും നൊമ്പരമായി പോരാ നബിദിനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് മസ്തിമലായി പമ്പേഴ്സ് ഓൺലി. അതിനെ ദഫളിച്ചിന് ഓക്ക് ദഫും കാണണ്ട ഒന്നും കാണണ്ട. ആ പള്ളിന്റെ മിനാരത്തുമ്പോ ഒരു എന്താ പറയാ ലൈറ്റ് ഉണ്ടാവും, ഒന്നല്ല 2-3 ലൈറ്റ് ഉണ്ട്. അതാ ഓക്ക് കാണണ്ടേ മിന്നിക്കത്തുന്ന ലൈറ്റ്. അതിനെ ദഫളിച്ചിന്
പുളി എന്നാണ് ഗൈസ്, ഭയങ്കര പുളി ആയിക്കണ അപ്പൂ. അങ്ങനെ നബിദിനെ കഴിഞ്ഞ് ഇനി ഞങ്ങളെ പരിപാടി എന്താ വെച്ചാൽ ഗൈസ്, പപ്പടം പൊരിക്കുന്നുണ്ട്. എന്തിനാന്നല്ലേ, പായസവും പപ്പടം. ദിലൂന് നെസ്ട്രോളജി അടിച്ച് ആണ്. ഞാൻ അവിടെ പറഞ്ഞു നല്ല രസം ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ പൂതിച്ച് പപ്പടം വാങ്ങി. പപ്പടത്തിൻ്റെ ഒക്കെ ഫുള്ള് കോമഡി. നെറ്റേ കഴിഞ്ഞിന് ഫോൺ എടുത്ത് 1/2 മണിക്കൂർ അവിടെ പോയി. ഗൂഗിൾ പേ കറങ്ങി പൈസ ഉണ്ട്. ഞാൻ ഇക്കാനോട് പറഞ്ഞു അവിടുന്ന് 2 മിനിറ്റ് കൂടി ഇല്ലങ്ങിട്ട് നിങ്ങൾ വന്നിട്ട് പേഴ്സ് എടുത്തുകൊണ്ട് പോകാം എവിടെ. പിന്നെ ഓക്ക് പറഞ്ഞാ മതി, പിന്നെ എണ്ണ ഞാനല്ല അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി 1/2 മണിക്കൂർ അടന്ന്. എന്നാലും മെച്ചാണ്. എണ്ണ അടിച്ചിട്ട് തിരുവാലി പോണം, മനസ്സിലാക്കണം. അപ്പുട്ടാ ഒരു കുട്ടനും ഇല്ലാട്ടും പുളി തിന്നിട്ട് തിരക്കാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ വീഡിയോ ഇടഞ്ഞ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അപ്പൂസിന്റെ ആദ്യത്തെ നബിദിനം കഴിഞ്ഞ് ഫസ്റ്റ് ദഫൊക്കെ കണ്ട്. പക്ഷെ ഓക്ക് എന്താ പറയാ, പേടിയാണ്. ഓൾക്ക് പേടി. അവിടുത്തോളൂ എനിക്ക് പേടിയായില്ലേ. ഫസ്റ്റ് പാട്ടിട്ടപ്പോഴത് ഈർക്കിനെ പിടിച്ച്, പെട്ടെന്നല്ലേ വരുന്നത് പാട്ട്, ഈർക്കിനെ പിടിച്ച്. അങ്ങനെ ഗായ്സ് അപ്പോൾ പറഞ്ഞ മാതിരി എന്തൊക്കെ പറയട്ടെന്ന് കിട്ടണമെന്നില്ല. വിശക്കുണ്ട് ഗായ്സ്. അതെ, ഇവിടെ എന്താ വെച്ചാൽ വല്ലാരും അതുകൊണ്ടാവും. അടുത്ത ശനിയാഴ്ച ഇൻഷാല്ലാ നമ്മളെ നബിദിനത്തിന് നമ്മൾ പോകേണ്ട ഇവിടുന്ന്, അത് സെറ്റാവും. ലീവില്ലല്ലോ, നാളത്തെ പോകുന്നു. നാളത്തെ പോയിട്ട് രാവിലെ പോയിട്ട് വരും. പിന്നെ നമ്മൾ വൈകുന്നേരം ദഫ് കാണാൻ പോകും. ഊറ്റാണ് ഗായ്സ്, ഊറ്റം. സ്വന്തം മദ്രസിൽ ദഫും പരിപാടിക്ക് പങ്കെടുക്കാൻ ഞാൻ തന്നോട് എന്താ ഇക്ക എന്നോട് ചോദിച്ചാണേ അവിടെ ഞങ്ങൾ ചെന്നേക്കനെ വിളിച്ചറിയുന്നുണ്ട് എന്ത് മറ്റേത് സമ്മാനം. അപ്പൊ ഇക്ക എന്നോട് ചോദിച്ചു അനക്ക് എന്തെങ്കിലും കിട്ടി, അനക്ക് എന്തെങ്കിലും കിട്ടിക്കണോ, സമ്മാനം എന്തിനേലും കിട്ടിക്കണോ. ഹാജർ പട്ടികയിലുണ്ടാവില്ല. ഓക്കെ എന്തിനാ ഏറ്റവും കൂടുതൽ ലീവ് ആർക്കാണോ അതിന് ഫസ്റ്റ് പ്രൈസ് റെനീഷ കുളത്തിങ്ങൽ. അത് പിന്നെ 5ാം ക്ലാസ്സിൽ 5 റൺ പൊട്ടിയത് റെനീഷ കുളത്തിങ്ങൽ. അതിനൊക്കെയാണ് ഓക്ക് സമ്മാനം കിട്ടിയിട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. കിട്ടിയിരുന്നു കേട്ടോ, എനിക്ക് കുറെ ഗ്ലാസ് കിട്ടിയിട്ട്. ഓക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് ക്ലാസ് കിട്ടി പറഞ്ഞപ്പോൾ ഓക്ക് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റത്തെ ക്ലാസ് സമ്മാനിച്ചായിരുന്നത്. അതും കൂടി ഓക്ക് മനസ്സിലായില്ല ഗൈസ്. അപ്പോൾ ഞാൻ ദഫിനൊക്കെ ഉണ്ട്, ദഫൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഞാൻ അവിടുന്ന് മാറേടാ അതുപോലെ അപ്പൂസൊരു നോട്ടം. വിടുന്ന് മാറേടാ ഗായ്സ്. അൽഹംദുലില്ലാ. അപ്പം നമുക്ക് ഇതവിടെ കിട്ടിയിട്ടുള്ളത് എന്താ വെച്ചാല് ബീഫ് ബിരിയാണിയാണ് നമുക്ക് പള്ളിക്കൊന്ന് കിട്ടിക്കുന്നത് കേട്ടോ. തെത്തഞ്ച് കാട്ടുന്നത് ഇങ്ങനെ നല്ല കാട്ടിക്കൊടുക്കാട്ടോ. ഞാൻ കാട്ടിക്കൊടുക്കും ലൈറ്റ് അടിച്ചിട്ട് ഗായ്സ്. അപ്പോൾ ബീഫ് ബിരിയാണിയാണ് നമുക്ക് ഉച്ചക്ക് ഗായ്സ് വരാൻ പറ്റിയില്ല. എന്നിട്ട് ഇഞ്ച ഭാഗത്തിലൊക്കെ തിന്നീന്. ആരെ പപ്പടം പൊടിച്ചെടുക്കുന്നു. അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ പള്ളിക്കന്ന് ഇന്നലെ വാലിലടിച്ചിട്ട് നോക്ക് ആകെ സ്വീപ്പായി ഗൈസ്. മേത്തൊക്കെ പൊന്തിക്കും. അപ്പൊ ഇനി ബിരിയാണി തിന്നാ നേരെ കടന്നു തുടങ്ങാം. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.